അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ അൽ അദീബ് അന്താരാഷ്ട്ര അറബി ഭാഷാ ദിന പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഡിസംബർ 18 അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനത്തോടനുബന്ധിച്ച് നമ്മൾ നടത്തിയ മത്സര പരിപാടികളുടെ പ്രോഗ്രാമുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം ആരൊക്കെയാണ് പങ്കെടുക്കാനുള്ളതെന്ന് നോക്കണം. അതിനു മുൻപായിട്ട് നമ്മൾ അറബി ഭാഷയുടെ കുറേയേറെ പ്രത്യേകതകൾ ഇങ്ങനെ പറഞ്ഞു വന്നിരുന്നു. അതിൽ ഇന്ന് ജൗഹറെ നമുക്ക് ആ. അറബി ഭാഷയുടെ ഒരു ജോലി സാധ്യത നമുക്കൊന്ന് പറയാതെ വയ്യ. അതെ. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ അറബി ഭാഷ ആളുകൾ പഠിക്കുന്നത് ഒരു ടീച്ചിങ് ഫീൽഡ് ലക്ഷ്യം മാത്രം വെച്ചിട്ടാണ് വെച്ചുകൊണ്ടാണ് ഭൂരിഭാഗം ആളുകളും 90% പഠിക്കുന്നത്. ആളുകളും കാണുന്നത് ഈ കേരളത്തിലെ ഒരു ടീച്ചിങ് ഫീൽഡ് മാത്രമാണ്. അതെ. എന്നാൽ അതിന് അതിനപ്പുറം ഉള്ള പ്രത്യേകത എന്താ വെച്ചാൽ ശരിക്കും അറബി എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിങ്ങളുടെ ഭാഷ എന്നൊക്കെയാണ് സാധാരണ ആളുകൾ കാണുന്നത്. എന്നാൽ അത്യാവശ്യം ഒരു ഈ സർക്കാർ പ്രാക്ടിക്കൽ മൈൻഡ് ഉള്ള സർക്കാർ ചിന്തിക്കുന്ന ആളുകൾ. ജോലിയൊക്കെ ലക്ഷ്യം വെക്കുന്ന ആളുകൾ, മുസ്ലിങ്ങളായ ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, അവർക്ക് റിസർവേഷൻ ഉണ്ടല്ലോ ഈ ഒരു അതെ. രംഗത്ത്. അപ്പോൾ അവരെന്ത് ചെയ്യാറുണ്ട്, അറബി ഭാഷ പഠിച്ചിട്ട് ജോലി സാധ്യതയായിട്ട് അതിനെ ഉപയോഗിക്കുന്നുണ്ട്. അത് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കുറേ അങ്ങനത്തെ അധ്യാപകർ വന്നിട്ടുണ്ട്. ഓ, കുറേ അധ്യാപകർ ഇപ്പോൾ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇറങ്ങിയിട്ടുണ്ട്. ബുദ്ധിയുള്ള ആളുകൾ പെട്ടെന്ന് നോക്കുകയുണ്ട്. പെട്ടെന്ന് ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് റിസർവേഷൻ ഇതിൽ ഉള്ളത് കൂടെ ആ, ഉള്ള കുറേ ഇതുണ്ട്. പല ഭാഷകളുണ്ട്. ഉറുദു, സംസ്കൃതം. എല്ലാത്തിലും ഉണ്ട്. ആ. അതേപോലെ അറബിക്കും ഉണ്ട്. അതെ. അടുത്തൊരു അപ്പോൾ അത് ഏരിയയാണ്. മാത്രമല്ല, അറബി ഭാഷയ്ക്ക് വേറെ പ്രത്യേകതയുണ്ട്. ഈ ഈ ടീച്ചിങ് ഫീൽഡിലേക്ക് പോകുമ്പോഴേ 3 വർഷം 2 വർഷം പഠിച്ചു കഴിഞ്ഞാൽ പ്രിലിമിനറി കഴിഞ്ഞാൽ എൽ പി സ്കൂളിലേക്ക് എന്ത് ചെയ്യാം, കേട്ടിട്ട് എഴുതി കഴിഞ്ഞ് പാസ്സായാൽ പക്ഷെ സ്കൂളിൽ ഇപ്പോൾ അതിൽ ഒരു ചെറിയ മാറ്റമുണ്ട്. ട്രെയിനിങ് കോഴ്സും കൂടെ കഴിയേണ്ടതുണ്ട്. ട്രെയിനിങ് കൂടെ വേണ്ടിയിട്ടുണ്ടല്ലേ? യെസ്, ഓക്കെ. DLED കോഴ്സും കൂടെ ചെയ്താൽ അത്യാവശ്യമാണ് അല്ല, എൽ ഇപ്പോൾ. പിയിലൊക്കെ ഇപ്പോൾ അത് നിർബന്ധമുണ്ട്. ഉണ്ട്, നിർബന്ധമാക്കിയിട്ടുണ്ട്. ഓക്കെ. ഏതായിരുന്നാലും അടുത്ത കുറഞ്ഞൊരു ടൈം കൊണ്ട് പെട്ടെന്ന് ജോലി കയറാൻ പറ്റിയൊരു ഫീൽഡ് ഫീൽഡ് കൂടെ കൂടെ. തന്നെയാണ് അറബി ഭാഷ. അടുത്തതാണ് ഈ വിവർത്തന മേഖല, ട്രാൻസ്ലേഷൻ ഏരിയ. അതായത് ഈ സൗദി എംബസികൾ, കോടതികൾ, വിദേശ ആശുപത്രികൾ. രാജ്യങ്ങളുടെയൊക്കെ ആ, എംബസികളിൽ, ആശുപത്രികളിൽ, ഓക്കെ. അതുപോലെ നമ്മുടെ ഇന്ത്യയിലും ഉണ്ട്. ഇപ്പോൾ ആശുപത്രികളിൽ കുറേയേറെ വേക്കൻസികൾ ഉണ്ടാവാറുണ്ട്. അതെ, ഈ കാരണം അറബികൾ അറബികൾ നല്ലോണം ചികിത്സക്കായിട്ട് ചികിത്സക്ക് വരുന്നുണ്ട്. വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഈ പ്രത്യേകിച്ച് ആയുർവേദം. മേഖല യെസ്, അവിടെയൊക്കെ നമുക്ക് ഈ ഒരു അറബി ഭാഷയുടെ ജോലി സാധ്യത കണ്ടെത്താൻ ഉപയോഗപ്പെടുത്താം. അതുപോലെ പറ്റും. മറ്റൊരു മേഖല ഇവിടെ ഉണ്ട്, ടൂറിസം മേഖലയിൽ. യെസ്, ടൂറിസം മേഖലയിൽ Translation. ട്രാൻസ്ലേറ്റർ ആയിട്ട് അവരുടെ കൂടെ അതെ, ഒരു നല്ല ഗൈഡ് വിത്ത് ട്രാൻസ്ലേറ്റർ. അതേപോലെ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും ഈ ന്യൂസ് ഏജൻസീസ്, അതായത് മീഡിയകളിൽ അതെ. അറബിയുടെ സാധ്യത സാധ്യത വളരെയേറെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഗവേഷണ മേഖലയിൽ ഒക്കെ വ്യാപാര മേഖലയിൽ, ഓക്കെ. ബിസിനസ് മേഖലയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അറബി ഭാഷയുടെ കുറേയേറെ സാധ്യതകൾ പരന്നു കിടക്കുന്നുണ്ട്. യെസ്, അപ്പോൾ അത് ഉപയോഗപ്പെടുത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ്ങോട് കൂടെ തന്നെ പോകണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ട്രാൻസ്ലേഷനാണ് ഇതിൻ്റെ മെയിൻ. അതെ. അറബി ടു ഇംഗ്ലീഷ്, അതേപോലെ ജർമ്മൻ, ഫ്രഞ്ച് അതെ. ഭാഷകളിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ Translation. പറ്റുകയാണെങ്കിൽ നല്ല ചാൻസുകൾ. വിദേശ രാജ്യങ്ങളിൽ, സൗദി, ഗൾഫ് ഇഷ്ടം പോലെ കൺട്രീസിൽ ഇഷ്ടം പോലെ വേക്കൻസി ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് തന്നെ പറയാം. ഏതായിരുന്നാലും നമ്മുടെ പ്രോഗ്രാമുമായി നമുക്ക് മുന്നോട്ട് പോകാം. ആദ്യമായിട്ട് നമ്മോടൊപ്പം ആരാണ് ചേരുന്നത്? അൻസിയ ഫാത്തിമ, Yes. 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. വില്ല നസറത്ത് CBSE. CBS. ഏതാണ് സ്ഥലം? ആര്യനാട്. ആര്യനാട്. യെസ്, ഇൻഷാ അല്ലാ. നോക്കാം നമുക്ക് അറബി ഗാനം. السلام عليكم. أتشى يا روحي بي سعيا إلى الله. أتشى يا روحي بي سعيا إلى الله. أصدق يا مهيمن أطمع بالعينين محلسا يا منجينا من وباء. أصدق يا مهيمن أطمع بالعينين محلسا يا منجينا من وباء. أتشى يا روحي بي سعيا إلى الله. أتشى يا روحي بي سعيا إلى الله. زد لي ديانتي يا باري، زد لي حلاوتي في أمري، لا عيرك والله نوري.
زد لي ديانتي يا باري زد لي حلاوتي في أمري في جوفي منك دليل يا قلبي والله والله يا قلبي والله والله أتشاء يا روحي بسعي إلى الله أتشاء يا روحي بسعي إلى الله اكشف تُزى البار يا هادي اكشف مناكبي في أهدي يا فرحي في الله خيري اكشف تُزى البار يا هادي اكشف مناكبي في أهدي في قلبي منك حيلة يا روحي والله والله يا روحي والله والله أتشاء يا روحي بسعي إلى الله أتشاء يا روحي بسعي إلى الله أصدق يا مهيمن نطمع بالعينين محلسا يا منجينا من وباء أصدق يا مهيمن نطمع بالعينين محلسا يا منجينا من وباء أتشاء يا روحي بسعي إلى الله أتشاء يا روحي بسعي إلى الله السلام عليكم വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൻസിയ ഫാത്തിമ മാഷാ അല്ലാ നല്ല വൃത്തിയിൽ നല്ലൊരു പാട്ട് പാടിയിട്ടുണ്ട്. നല്ല ആസ്വാദ്യകരമായിക്കൊണ്ട് തന്നെയായിരുന്നു അൻസിയുടെ പാട്ട് നമ്മൾ കേട്ടതില്ലേ ജവഹറെ? മാഷാല്ലാ നല്ല ഉഷാറായിട്ട് നമുക്കതിൻ്റെ കൂടെ ഇങ്ങനെ പോകാൻ പറ്റും. അതെ. പാട്ടിൻ്റെ കൂടെ ഈ പാട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പാട്ടിനെ രൂപപ്പെടുത്തിയെടുക്കുന്നിടത്താണ് അതിൻ്റെ വിജയം. അതെ. അതോടൊപ്പം അതിലേക്ക് നമ്മളെ അൻസിയെ പോലെയുള്ള കുട്ടികളുടെ സൗണ്ടും കൂടെ ചേരുമ്പോൾ അതിൻ്റെ പരിപൂർണതയാണ്. അതെ, ശ്രോതാക്കൾ അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു മായാലോകത്തേക്ക് പോകും. ഏതായാലും മാഷാ അല്ലാ നമ്മൾ അൻസിയുടെ പാട്ടിന് ശേഷം അടുത്തതായി നമ്മൾ ആരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്? നമുക്ക് അസ്ഫ അല്ലേ? അസ്ഫ അസിൽ PP 4ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ്. അസ്ഫ അസ്ലി PP ദാറുൽ ഫലാഹ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പെരിന്തൽമണ്ണയിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നു ഒരു അറബി ഗാനവുമായിട്ട്. السلام عليكم زمان بها نمضي أفسد وزمانا سدادا لها نبني أجمل إحسانا لا ذنب ينادي خير ولكن إفسادا ليس البر دفاع السوء بأيدي الإفساد لا ذنب ينادي خير ولكن إفسادا ليس البر دفاع السوء بأيدي الإفساد كل إنسان يبحث عن سبيل سعادتي جل منهم ينزل في دروب مخدرات يفقد نفسا ينقص عقلا يخسر في الإدمان لا لا يا أصحابي لا إدمان سبيلا لا لا يا أصحابي لا إدمان سبيلا زمان بها نمضي أفسد أزمانا سدادا لها نبني أجمل إحسانا يا صاحي تبحث فرحا حول خبيثات الخضر آفات الخضر تراها عسلا أوقات السكر يا صاحي تبحث فرحا حول خبيثات الخضر آفات الخضر تراها عسلا أوقات السكر لا تبحث حبي فرحا حول خبيثاتي إن خبيثات لا تهدي إلا نحو فناء
إن خبيثات لا تهدي إلا نحو فناء كل يوم تسقط منا أجمل أحلامي كم نفوس تفني دوما حول المسموم كل يوم تسقط منا أجمل أحلامي كم نفوس تفني دوما حول المسموم يشرب سما تدخن تسري نحو الإفساد لا لا يا أصحابي لا إدمان سبيلا لا لا يا أصحابي لا إدمان سبيلا زمان بها نمضي أفسد وزمانا سدادا لها نبني أجمل إحسانا زمان بها نمضي أفسد وزمانا سدادا لها نبني أجمل إحسانا. മാഷാ അല്ലാ, നല്ലൊരു പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. അസ്ഫ അസ്ലിയുടെ ഈ ഒരു സോങ്ങിന് ശേഷം നമുക്ക് അടുത്തായി പോകാനുള്ളത് ആരടുത്തേക്കാണ്? അസ്ഫിയ ബിൻത്ത് ആഷിഖ്. എവിടുത്തുകാരിയാണ്? മൂൺ സ്കൂൾ ഓഫ് ക്രിയേറ്റീവ് സയൻസ് ആലപ്പുഴയിൽ നിന്നും 3ാം ക്ലാസ്സിലെ കൊച്ചുകൂട്ടുകാരിയായ അസ്ഫിയ ബിൻത്ത് ആഷിഖ് ഒരു മനോഹരമായ അറബി ഗാനവുമായി അൽ അദീബ് പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം ചേരുന്നു. അസ്സലാമു അലൈക്കും. دلنا وحلنا خلنا وزلنا نهجنا القويم ديننا زاد قاد كل سبلنا شدنا وحدنا وسدنا وهدنا ذكرك الجليل شرعنا بان لنا كل طرقنا يا غفورنا يا ودودنا اهدنا صراط قلبنا يا رحيمنا يا كريمنا اغفرا كثير ذنبنا دلنا وحلنا وخلنا وزلنا نحزن القويم ديننا زاد قاد كل سبلنا خلق لنا الخلق في علم وسفل لنا جعل العلا مولعا بالشمس نافعا خلق لنا الخلق في علم وسفل لنا جعل العلا مولعا بالشمس نافعا مهدت كل كان في الغيش غالك مهدت كل كان في الغيش غالك كل حمد لك دوما يا كل حمد لك دوما يا كل حمد لك دوما يا كل شكر دوما لك يا دلنا وحلنا وخلنا وزلنا نهجنا القويم ديننا زاد قاد كل سبلنا أرسلت للناس بالرسل تتابعا أنزلت بالكتب كل عصر شارعا أرسلت للناس بالرسل تتابعا أنزلت بالكتب كل عصر جاريا أنأمت بشر كل آل كثرا شارعا أنأمت بشر كل آل كثرا جاريا كل حمد لك دوما يا 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 دلنا وحلنا وخلنا وزلنا نهجنا القويم ديننا زاد قاد كل سبلنا شدنا وحدنا
سدنا وهدنا ذكرك الجليل شرعنا بان زان كل طرقنا يا غفورنا يا ودودنا اهدنا صراط قلبنا يا رحيمنا يا كريمنا اغفرا كثير ذنبنا دلنا وحلنا وخلنا وزلنا نحجنا القويم ديننا زاد قاد كل سبلنا السلام عليكم ورحمة الله وبركاته. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറച്ച് പഴക്കമുള്ള പാട്ടാണ്. മാഷാ അല്ലാഹ്. എങ്കിലും നല്ല ആസ്വാദ്യകരമായിക്കൊണ്ട് തന്നെ ആ പാട്ട് നമ്മുടെ അസ്ഫിയ ബിൻത്ത് ആഷിഖ് അല്ലേ, ആഷിഖിൻ്റെ മകൾ അസ്ഫിയ അതെ, പാടിയിട്ടുണ്ട്. പാടിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ഈ കുട്ടികളുടെയൊക്കെ വോയിസ് കേൾക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മളെ വോയിസൊക്കെ ഒന്നുമല്ല. അല്ലേ, ഉം. മാഷാ അല്ലാ, അവർക്ക് അള്ളാഹു കൊടുത്തൊരു എന്താ അതെ. പറയുക തൗഫീഖാണത്. അത് കൂടുതൽ നല്ല രൂപത്തിൽ നല്ല മേഖലകളിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൻ്റെ വിജയം. അതെ, അത് പലപ്പോഴും പല ആളുകളും ചെയ്യാറുള്ളത്. ആ. ഇത്തരം കഴിവുകൾ അല്ലാഹു തആല നൽകുന്നത് പിന്നീട് കുറച്ച് ഒരു പ്രായം കഴിയുമ്പോൾ അത് ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. യെസ്, അതായത് മ്യൂസിക്കുകളുടെ പാട്ടുകളിലൂടെയും മറ്റുമായിക്കൊണ്ട് പല റിയാലിറ്റി ഷോകളിലേക്കൊക്കെ പോയിട്ട് യെസ്, അത് ദുരുപയോഗം ചെയ്യുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. അതല്ലാതെ നമ്മൾ ദീനിൻ്റെ മാർഗ്ഗത്തിൽ അല്ലാഹു തആല തന്ന അനുഗ്രഹങ്ങളെ അതെ. നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്താനുള്ളത് തന്നെയാണ്. അതെ, ഇവർക്കൊക്കെ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ നല്ല ഖിറാഅത്ത് കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ പറ്റും ഇവർക്ക്. നല്ല പാട്ട് പാടുന്ന കുട്ടികൾ ഖിറാഅത്ത് നല്ല വൃത്തിക്ക് പാരായണം ചെയ്യാൻ പഠിച്ചാൽ മാഷാ അല്ലാഹ് അവരുടെ ആ ഖിറാഅത്ത് മറ്റുള്ള ബേക്കിൽ നിന്ന് ഒരാൾ ഖിറാഅത്ത് കേട്ട് നിസ്കരിക്കുകയാണെങ്കിൽ അർത്ഥം അറിയില്ലെങ്കിൽ പോലും എത്ര സമയം നിന്നു പോകും. നിന്ന് പോകും. അതിൻ്റെ നമുക്ക് അർത്ഥം അവരുടെ ആ ഒരു ഖിറാഅത്തിൻ്റെ സ്വാധീനം നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കും. യെസ്, ശരി. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഖിറാഅത്ത് പഠിച്ച, ഇപ്പോൾ നമ്മളെ നാട്ടിലെ മദ്രസയിൽ ഖിറാഅത്ത് പഠിച്ച ഒരാളും പുറത്തൊക്കെ പോയി പഠിച്ച ഒരാളും തമ്മിൽ നല്ല മാറ്റങ്ങളുണ്ട്. അവരതിൻ്റെ അത് ഒഴുക്കനുസരിച്ച് ഉന്നത്തും ഉം. മദ്ദും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഓരോ അക്ഷരങ്ങളുടെയും സിഫത്തുകൾ ക്ലിയറാക്കിക്കൊണ്ട് പാരായണം ചെയ്യുമ്പോൾ അത് കേട്ട് നിൽക്കാനൊരു സുഖമാണ്. അത് അതെ. ചിലപ്പോൾ നമ്മൾ കേൾക്കുന്നത് പോലെ വലിയ ട്യൂണൊന്നും ആയിരിക്കും ഓതുന്നത്. പക്ഷേലും അത് കൃത്യമായി തജ്വീദിൻ്റെ നിയമങ്ങളനുസരിച്ചാകുമ്പം ആ മഹ്റജുകളുടെ സ്ഥാനങ്ങൾ, അതിൻ്റെ വിശേഷണങ്ങൾ, അതിൻ്റെ ഉന്നത്ത്, അതിൻ്റെ മദ്, അതിൻ്റെ തർക്കീഖ്, ഇങ്ങനെയെല്ലാം ക്ലിയറായി വരുമ്പോൾ ആ ഊത്തിൻ്റെ പിന്നാലെ നമ്മളിങ്ങനെ അറിയാതെ പോയി പോകും. ഇതുപോലെ നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് നല്ല അതേപോലെ ശബ്ദമുള്ള ഇതിൻ്റെയൊക്കെ കൂടെ ഇവരുടെ സൗണ്ടും കൂടെ ചേരുമ്പോൾ അതൊരു അമേസിങ് അതെ. ആയിട്ട് മാറും. അതാ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ കൊച്ചു കൂട്ടുകാർക്ക് അല്ലാഹു തആല നൽകിയ അനുഗ്രഹം അതുകൂടെ അവർ ഉപയോഗിച്ചാൽ മാഷാ അല്ലാഹ് നല്ല നിലവാരമുള്ള കാരികളായി കുറേയേറെ സ്വാധീനിക്കാൻ, ആളുകൾക്ക് സ്വാധീനമുള്ള കാരികളെ മാറാനൊക്കെ സാധിക്കും. അപ്പോൾ നമ്മളതൊക്കെ ഇത്തരം കാര്യങ്ങൾ അതിലേക്കൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഒരു ലദീബ് പ്രോഗ്രാം ഇവിടെ അതിൻ്റെ ഒരു അവസാനിക്കുകയാണ്. എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ഇൻഷാ അല്ലാഹ് കേൾക്കാം, കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.